അപ്പോൾ ഇന്ന് ഈ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് സെമസ്റ്റർ 2-ലെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 1 ബ്ലോക്ക് 1ൻ്റെ പേര് റീഡിങ് ദ ഇഫക്റ്റീവ് സ്കിൽ. റീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വായിക്കുക. അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലാണെന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല്, കഴിവാണ് എന്നാണ് അർത്ഥം. സോ അതിൽ യൂണിറ്റ് 1 ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്. അപ്പോൾ അത് നമുക്ക് ഊഹിക്കാം, ഒരു വായനയിലേക്കുള്ളൊരു ആമുഖം അല്ലെങ്കിൽ റീഡിങ്ങുമായി ബന്ധപ്പെട്ട റീഡിങ്ങിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതിൽ ഡിസ്കഷൻ സെക്ഷനിൽ നോക്കുമ്പോൾ വെൻ വി റീഡ്, നമ്മൾ വായിക്കുമ്പോൾ വി യൂസ് അവർ ഐസ്, നമ്മൾ നമ്മുടെ കണ്ണുപയോഗിക്കും അല്ലേ. വാട്ട് വി സീ ആർ നോട്ട് അബ്സ്ട്രാക്റ്റ് തിങ്സ് ബട്ട് വേർഡ്സ്. നമ്മൾ കാണുന്നത് എന്താ, നമുക്ക് വാക്കുകൾ കണ്ടുകൂടെ. അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളല്ല നമ്മൾ കാണുന്നത്, വാക്കുകൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. എന്താ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റാത്തത് അല്ലേ. പക്ഷേ ഇവിടെ വേർഡ്സ് നമുക്ക് കാണാം, ഫ്രേസസ് കാണാം, സെൻറ്റൻസസ് കാണാം. അപ്പോൾ അതൊന്നും അബ്സ്ട്രാക്റ്റ് അല്ല. അവർ ഒപ്റ്റിക്കൽ നെർവ്സ്, നമ്മുടെ കണ്ണിലെ ഞരമ്പുകൾ ക്യാരി ദ ഇംപ്രഷൻ, കൊണ്ടുപോകും. ഡ്രോൺ ബൈ അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ മനസ്സിലാക്കും, നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇന്ന വാക്കുകളാണ് തിരിച്ചറിയാൻ പറ്റുന്നത്, ബ്രെയിൻ ആയതുകൊണ്ടാണല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ നെർവ്സാണ് ആ മെസ്സേജ് ആർക്ക് കൊടുക്കുന്നത്, ബ്രെയിനിന് കൊടുക്കുന്നത്. വേർ ദ ഇംപ്രഷൻസ് ആർ അനലൈസ്, അങ്ങനെ ബ്രെയിൻ ഒരു വളരെ ചുരുക്ക നിമിഷം കൊണ്ടാട്ടോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ബ്രെയിൻ അവിടെ ഒരു വിശകലനം നടത്തും, ഇംപ്രഷൻ. ആൻഡ് ദ ലാംഗ്വേജ് എലമെൻറ്റ്സ് ആർ ഷോൺ ഓഫ്, ഭാഷയുമായി ബന്ധപ്പെട്ട എലമെൻറ്റ്സ് അവിടെ ഷോൺ ഓഫ് ചെയ്യും. ആൻഡ് ദ ക്രസ് ആയിക്കോട്ടെ, ദ ഐഡിയകൾ, പേഴ്സ്പെക്റ്റീവ്സ് എക്സിട്ര ആർ അബ്സോർബ്ഡ്, അതൊക്കെ അബ്സോർബ് ചെയ്യും. ദിസ് അബ്സോർപ്ഷൻ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട്സ്. സോ ഈ ഒരു അബ്സോർപ്ഷനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അബ്സ്ട്രാക്ട്സ്. ഈ ഒരു അബ്സോർപ്ഷനിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങളെ വരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ബ്രെയിൻ അത് മനസ്സിലാക്കാനുള്ള കഴിവിനെ കുറിച്ചാണ് പറഞ്ഞത്. വാട്ട് അവർ ബ്രെയിൻ ഡസ് ഈസ് ഡീകോഡിങ് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ വായിച്ച് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്, നമ്മുടെ തലച്ചോറാണ്. ടു അബ്സോർബ്, അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ദ അബ്സ്ട്രാക്റ്റ് ബൈ എംപ്ലോയിങ് ദ ലാംഗ്വേജ് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട്. ഹെൻസ്, അതുകൊണ്ട് റീഡിങ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ്, എന്താ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെസ്സേജിനെ ഡീകോഡ് ചെയ്യുക. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് ക്രസ്, അതിൻ്റെ ക്രസ് മനസ്സിലാക്കുക, വിച്ച് ഈസ് അബ്സ്ട്രാക്റ്റ്. സച്ച് എ റീഡിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള റീഡിംഗ് പ്രോസസ്സിനെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്, പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആഫ്റ്റർ കൺസിഡറിങ് ദ പർപ്പസ്, അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് റീഡിങ്, വായനയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പർപ്പസസ്, ഉദ്ദേശങ്ങൾ. നമുക്കറിയാം, വി റീഡ് നോട്ട് ഫോർ ദ സെയിം പർപ്പസ് ഓൾവേസ്, എപ്പോഴും ഒരേ ആവശ്യത്തിനല്ല നമ്മൾ വായിക്കാറ്. നോട്ട് ഇൻ ദ സെയിം വേ, ഒരേപോലെയുമല്ല. വി റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇൻഫോർമേഷൻ, അറിവ് കിട്ടാനാണ് പത്രങ്ങൾ വായിക്കാറ്. മോസ്റ്റ്ലി അബൌട്ട് ദ ഹാപ്പനിങ്സ് ഓഫ് എ ഡേ, ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാം. അതേസമയം ആർട്ടിക്കിൾസ് എന്തിനാണ് വായിക്കുന്നത്, ആർട്ടിക്കിൾസ് ഫോർ ഐഡിയാസ്, പുതിയ ആശയങ്ങൾ കിട്ടാൻ. ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്, വീക്ഷണകോണുകൾ കിട്ടാൻ. പിന്നെ അക്കാഡമിക് ബുക്സ്, നമ്മൾ പഠിക്കുന്ന ഈ ബുക്കൊക്കെ എന്തിനാണ്, ഫോർ നോളേജ്, അറിവിനാണ്. ഫിക്ഷൻ, നമ്മുടെ നോവല്, അതെന്തിനാണ്, പ്രൈമർലി ഫോർ പ്ലഷർ, സന്തോഷം കിട്ടാനാണ്. അതേസമയം റെഫറൻസ് ബുക്ക്, നമ്മൾ ചില ബുക്കുകൾ റെഫർ ചെയ്യും, അതുപോലെ ഡിക്ഷണറി, എൻസൈക്ലോപീഡിയ, ഇതൊക്കെ റെഫർ ചെയ്യും. ഇതെന്തിനാ, ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം ലഭിക്കാനാണ്. ദ ഫോക്കസ് ആൻഡ് നേച്ചർ ഓഫ് റീഡിങ്, അതുകൊണ്ട് തന്നെ വായനയുടെ സ്വഭാവം, വായനയുടെ ഫോക്കസ് എന്ന് പറയുന്നത്, എ റെഫറൻസ് ബുക്ക് ഡിഫേഴ്സ് ഫ്രം ദ മെൻറ്റാലിറ്റി ആൻഡ് അപ്രോച്ച് ഓഫ് ദ റീഡിങ് എ നോവൽ. നമ്മൾ റെഫറൻസ് ബുക്ക് വായിക്കുന്ന മാനസിക അവസ്ഥയിലൂടെയല്ല നമ്മൾ നോവൽ വായിക്കുക അല്ലേ. വി റീഡ് എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി, നമ്മളോട് വായിക്കാനായിട്ടൊരു ബുക്ക് പറഞ്ഞ് നമ്മൾ ആ ബുക്ക് പഠിക്കാനുള്ളതാണെങ്കിൽ ഫുള്ളായിട്ട് വായിക്കണം അല്ലേ. റിപ്പീറ്റഡ്ലി, ചിലപ്പോൾ റിപ്പീറ്റഡ് ആദ്യത്തെ ഒരു പ്രാവശ്യം വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല, പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. നമുക്ക് പഠിക്കാനുള്ള ബുക്ക് അങ്ങനെയാണ്. വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ, വളരെ ശ്രദ്ധയോടെ. ഫോർ സ്റ്റഡി പർപ്പസസ്, കാരണം നമ്മുടെ ഉദ്ദേശം എന്താ, പഠിക്കുക എന്നുള്ളതാണ്. വേറാസ്, അതേസമയം വി റഷ് ത്രൂ ന്യൂസ് പേപ്പർ സ്റ്റോറീസ്, നമുക്ക് ന്യൂസ് പേപ്പർ സ്റ്റോറീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, റഷ് ചെയ്യാൻ പറ്റും. സെലക്റ്റീവ്ലി, വളരെ സെലക്റ്റീവായിട്ട്. വൈൽ റീഡിങ് ഫിക്ഷൻ
വി മേ സ്കിപ്പ് സെൻറ്റൻസസ്. റീഡിങ് ഫിക്ഷൻ ആണെങ്കിൽ നമ്മൾ സെൻറ്റൻസ് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുന്നു പറയാണ്. പാരഗ്രാഫ്സ് ആൻഡ് സംടൈംസ് ഈവൻ പേജസ് വിത്ത് ദ പർപ്പസ് ഓഫ് ഫിഷിംഗ് ദ ബുക്ക് ഫാസ്റ്റർ. These differences in method of reading thus are based on the purpose of reading. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, ആ റീഡിങ്ങിൽ പർപ്പസിൽ മാറ്റുള്ളത് കൊണ്ടാണ്. ചിലത് നമ്മൾ ഒരുപാട് തവണ പതുക്കെ പഠിക്കുന്നു, ശ്രദ്ധയോടെ പഠിക്കുന്നു, പിന്നെയും പഠിക്കുന്നു. ചിലത് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുന്നു. ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശം പോലെ ഇരിക്കും. അടുത്തത് ക്ലോസ് റീഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടെയുള്ള വായിക്കൽ. ക്ലോസ് റീഡിങ് സംടൈംസ് കോൾഡ് എക്സ്പ്ലിക്കേഷൻ. ക്ലോസ് റീഡിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എക്സ്പ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ പഠിച്ചു വയ്ക്കണം. മീൻസ് അർത്ഥമാക്കുന്നത് എന്താ, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് മനസ്സിലാക്കുന്നു, നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നു, മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ് സ്മോൾ ഡീറ്റെയിൽസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കുഞ്ഞു ഡീറ്റെയിൽസ് പോലും മനസ്സിലാക്കിയിട്ട് ദ ലാർജർ ഐഡിയാസ്, വലിയ ആശയങ്ങളും comprehended from the textual contents or suggestions. By looking at the various parts of a poem or passage of the fiction, we come to appreciate the writer's artistry and understand how a writer uses various techniques to make a statement, suggest an emotion or convey an idea. John Cleardy's classic book on analyzing poetry is entitled ഹൗ ഡസ് എ പോവം മീൻ. എന്താണ് ഒരു കവിതയുടെ അർത്ഥം, അല്ലെങ്കിൽ ഒരു കവിത അർത്ഥമാക്കുന്നത് എന്താണ്. ആൻഡ് ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ക്ലോസ് റീഡിങ്. അത് തന്നെയാണ് ക്ലോസ് റീഡിങ്ങിൻ്റെ ഉദ്ദേശം. വളരെ അടുത്തറിയുക, ബുക്കിന് ഒരു സൂക്ഷ്മമായിട്ടുള്ള ഓരോ പോയിൻറ്റ്സും ആ സെൻറ്റൻസിൽ ഓരോ വാക്കുകളും മനസ്സിലാക്കുന്നതാണ് ക്ലോസ് റീഡിങ്, അടുത്തറിയുക. ടു അനലൈസ്, വിശകലനം ചെയ്യലാണ് അവിടെ നടക്കുന്നത്. നോട്ട് ജസ്റ്റ് വാട്ട് ഇസ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ, ആ ഒരു സാഹിത്യ സൃഷ്ടി എന്താണെന്നല്ല, ബട്ട് ഹൗ ദാറ്റ് മീനിങ് കംസ് അബൌട്ട്, എങ്ങനെ ആ ബുക്കിന് അല്ലെങ്കിൽ എങ്ങനെ ആ കഥയ്ക്ക് അർത്ഥം വന്നു എന്നും കൂടെ നമ്മൾ എന്തിൽ മനസ്സിലാക്കണം, ക്ലോസ് റീഡിങ്ങിൽ മനസ്സിലാക്കണം. ഇനി വെൻ യു റൈറ്റ് എ ക്ലോസ് അനാലിറ്റിക്കൽ എസ്സേ, ഇനി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ എസ്സേ ആണ് എഴുതുന്നതെങ്കിലോ, യു സ്റ്റാർട്ട് വിത്ത് ലാർജർ ഐഡിയാസ്. നമ്മൾ എന്ത് വെച്ച് തുടങ്ങും, വലിയ ഐഡിയാസ് വെച്ച് തുടങ്ങും. യു ഹാവ് ഡിസ്കവേർഡ്, നിങ്ങൾ കണ്ടുപിടിച്ചത്. ആൻഡ് യൂസ് ദ സ്മോൾ ഡീറ്റെയിൽസ്, ഓരോ സ്മോൾ ഡീറ്റെയിൽസും, ദ വേർഡ്സ് ദംസെൽഫ്, വാക്കുകളുടെ പോലും, ആൻഡ് ഹൗ ദേ ആർ അറേഞ്ച്ഡ് ടു സപ്പോർട്ട് യുവർ ഇൻ്റർപ്രിട്ടേഷൻ, എങ്ങനെ അത് അറേഞ്ച് ചെയ്യുന്നത് വരെ നമ്മൾ നോക്കണം. എന്നാലേ അതിന് കൃത്യമായി വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ഓഫ് ഡിസ്കഷൻ ഇൻ ദ എസ്സേയിൽ. ദ കീ ടു ക്ലോസ് റീഡിങ് ഈസ്, ഇനി ക്ലോസ് റീഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ, ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും എന്താണ്, ഒബ്സർവേഷൻ, വളരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ടേക്കിംഗ് നോട്ട് ഓഫ് വാട്ട് യു റീഡ്, നോട്ട് തയ്യാറാക്കുക. ആൻഡ് വാട്ട് യു തിങ്ക്, എന്ത് ചിന്തിക്കുന്നു, അബൌട്ട് ഇറ്റ്. ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യണം. ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് ദ ടെക്സ്റ്റ് യു ആർ ആസ്ക്ഡ് ടു റീഡ് ക്ലോസ്ലി ആർ യൂഷ്വലി നോട്ട് ദാറ്റ് ലോങ്. പക്ഷെ ഇതിൽ എളുപ്പം നിങ്ങളോട് ക്ലോസ് റീഡ് ചെയ്യാൻ പറയുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ലോങ് ആയിരിക്കില്ല, അത് നിങ്ങൾക്കൊരു ഭാഗ്യമാണെന്ന് പറയണം. വിച്ച് മീൻസ് യു ക്യാൻ റീഡ് ദം സെവറൽ ടൈംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പിന്നെയും വായിക്കാം. ഈച്ച് ടൈം യു റീഡ് എ ടെക്സ്റ്റ്, ഓരോ തവണയും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ യു വിൽ നോട്ടീസ്, നിങ്ങൾക്ക് മനസ്സിലാവും, മോർ ആൻഡ് മോർ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രണ്ടാമത്തെ തവണ, പിന്നെ മൂന്നാമത്തെ തവണ, അങ്ങനെ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു നോട്ടീസ് വെൻ യു ഫസ്റ്റ് റീഡ് എ പോം ഓർ പാസേജ് ഓഫ് എ ഫിക്ഷൻ. നമുക്ക് നോക്കാം. ആദ്യം ഒരു കവിത വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചപ്പോൾ എന്ത് തോന്നി, പിന്നെ വായിച്ചപ്പോൾ എന്ത് തോന്നി, അപ്പോൾ അത് മനസ്സിലാക്കാൻ പറയണം. ജനറലി, പൊതുവായിട്ട്, ലിറ്ററസി റീഡിങ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ റീസൺസ് ഫോർ റീഡിങ്. സാക്ഷരത എന്ന് പറയുന്നത് എന്താണ്, വായനയാണ്. ബ്രോഡ്ലി ദീസ് റീസൺസ് ഇൻക്ലൂഡ് റീഡിങ് ഫോർ, അപ്പോൾ സാക്ഷരതയുമായി ബന്ധപ്പെട്ട വായന എന്തിനാ, ഫോർ പ്ലഷർ, സന്തോഷം കിട്ടാനും, ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും, ലേണിംഗ്, പഠിക്കാൻ, ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് വായിക്കാനൊക്കെ അറിയണം അല്ലേ. ദ ഏർലി റീഡിംഗ് ഓഫ് മോസ്റ്റ് യങ് സ്റ്റുഡൻസ് ഓഫൺ ഇൻക്ലൂഡ്സ് റീഡിംഗ് ഓഫ് നെറേറ്റീവ് ടെക്സ്റ്റ്. ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവുക കഥാബുക്കുകളാണ് അല്ലേ, അതാണ് നെറേറ്റീവ് ടെക്സ്റ്റ്. ദാറ്റ് ടെൽ എ സ്റ്റോറി, അത് നമുക്ക് എന്ത് പറഞ്ഞു തരും, കഥ പറഞ്ഞു തരും. എക്സാമ്പിൾ സ്റ്റോറി ബുക്സ്, പിക്ചർ ബുക്സ്, ചിത്രങ്ങളൊക്കെയുള്ള ബുക്കുകൾ അല്ലേ, നമുക്ക് ഇഷ്ടമായിരുന്നു. ആർ ഇൻഫോർമേഷണൽ ടെക്സ്റ്റ്, അതേസമയം അറിവുള്ള ടെക്സ്റ്റുകൾ നമുക്ക് പിന്നെ പഠിച്ചു നമ്മൾ. ദാറ്റ് ടെൽ സ്റ്റുഡൻസ് അബൌട്ട് ദ വേൾഡ്, അത് കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അറൗണ്ട് ദം, അവർക്ക് ചുറ്റുമുള്ളത്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യന് ആൻസറും. ആസ് യങ് സ്റ്റുഡൻസ്, ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഡെവലപ്പ് ദ ലിറ്റററി എബിലിറ്റീസ്, നമ്മൾ പതുക്കെ അങ്ങനെ നമ്മുടെ എന്താ പറയുക സാഹിത്യ ശേഷി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു. ആൻഡ് ആർ ഇൻക്രീസിംഗ്ലി റിക്വയർഡ് ടു റീഡ്
ഇൻ ഓർഡർ ടു ലേൺ അക്രോസ് ദ കരിക്കുലം, ആ ഒരു കരിക്കുലം കംപ്ലീറ്റ് ആക്കാൻ പാഠ്യപദ്ധതിക്കൊക്കെ നമ്മൾ വായിച്ചു. റീഡിങ് ടു എക്യൂർ ഇൻഫർമേഷൻ, അതിലൂടെ അറിവ് നേടാൻ. ഫ്രം ദ ബുക്സ് ആൻഡ് അതർ പ്രിൻറ്റ് മെറ്റീരിയൽസ്, നമുക്ക് ലഭിക്കുന്ന ബുക്സിലൂടെയും പ്രിൻറ്റ് മെറ്റീരിയൽസിലൂടെയും. ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്, കുറച്ചും കൂടെ വലുതാവുമ്പോൾ കൂടും, അങ്ങനെയല്ലേ. ഇനി പർപ്പസ് ഫോർ റീഡിങ്, ഇനി വായനയുമായി ബന്ധപ്പെട്ട ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ വായനയുടെ ഉദ്ദേശം. ഓഫൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് സെർട്ടൺ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ്, ഞാൻ എന്തിനാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് ബുക്ക് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റാണ് ഞാൻ വായിക്കുന്നത് എന്ന് അനുസരിച്ചിരിക്കുന്നു പറയണം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമാണെങ്കിൽ റീഡിങ് ഫോർ ലിറ്റററി എക്സ്പീരിയൻസ്, ഒരു സാഹിത്യപരമായ ഒരു അനുഭവത്തിനാണ് വായിക്കുന്നതെങ്കിൽ. ഓഫൺ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ റീഡിങ് ഫിക്ഷൻ, നമ്മൾ കൂടുതലും നോവൽ, ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവൽ, അതാണ് വായിക്കുക അല്ലേ. വൈൽ റീഡിങ് ടു എക്വയർ, എന്തെങ്കിലും കിട്ടാനായിട്ട്. ആൻഡ് യൂസ് ഇൻഫോർമേഷൻ, അറിവുകൾ ലഭിക്കാൻ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ്, അറിവ് കിട്ടാനൊക്കെ നമ്മൾ ആർട്ടിക്കിൾസാണ് വായിക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ടെക്സ്റ്റുകൾ വായിക്കും അല്ലേ. ഇനി പർപ്പസ് ഫോർ റീഡിങ് ഡു നോട്ട് അലൈൻ സ്ട്രിക്ട്ലി വിത്ത് ടെക്സ്റ്റ് ടൈപ്സ്. ഫോർ എക്സാമ്പിൾ, ബയോഗ്രഫീസ് ആർ ഓട്ടോബയോഗ്രഫീസ് ക്യാൻ ബി പ്രൈമർലി ഇൻഫർമേഷൻ ഓർ ലിറ്റററി ബട്ട് സെർവ് ബോത്ത് പർപ്പസ്. പക്ഷേ എപ്പോഴും അങ്ങനെയാവണമെന്നില്ല, ഒരു എക്സെപ്ഷൻ പറയണ ബയോഗ്രഫി നമുക്കറിയാം. എന്താ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ അതാണ് ബയോഗ്രഫി. ഒരാൾ അയാളുടെ തന്നെ ലൈഫ് സ്റ്റോറി എഴുതുകയാണെങ്കിൽ അതാണ് ഓട്ടോബയോഗ്രഫി. ഇതിന്നൊക്കെ രണ്ട് പർപ്പസ് ഉണ്ട്. അതിന് സാഹിത്യപരമായ പർപ്പസും ഉണ്ട്, അതുപോലെ തന്നെ അതിനെന്താ ലിറ്റററി ആയിട്ടുള്ള പർപ്പസ് ഉണ്ടെന്ന് പറയുന്നത്. ചിലതിന് ഒരു പർപ്പസ് മാത്രമാവില്ല, കൂടുതലും ബോത്ത് പർപ്പസും അത് സെർവ് ചെയ്യുമെന്ന് പറയണം. ഇതിൽ പോയിന്റ്സ് ഏതാ? റീഡിങ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. സോ വാട്ട് യു മീൻ ബൈ റീഡിങ്? എന്താ വായന? റീഡിങ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ ഒരു ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. റീഡിങ് ന്യൂസ് പേപ്പർ എന്തിനാ? ഇൻഫോർമേഷൻ. അക്കാഡമിക് ബുക്സ് എന്തിനാ? നോളേജ്. ടു റീഡ് റെഫറൻസ് ബുക്ക് ആർ മോർ അറ്റൻഷൻ ഈസ് നീഡഡ്. സോ ഇവിടെ റീക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. റീഡിങ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. നമ്മൾ പറഞ്ഞു റീഡിങ് ന്യൂസ് പേപ്പർ ഇൻഫർമേഷൻ, അക്കാഡമിക് ബുക്സ് നോളേജ്. ടു റീഡ് റെഫറൻസ് ബുക്ക് നമുക്ക് എന്ത് വേണം? അറ്റൻഷൻ വേണം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റീഡിങ് ഫോർ എന്തിനാണ്? ഡിഫറെൻറ്റ് പർപ്പസസ്. എന്താ ക്ലോസ് റീഡിങ്? മറ്റൊരു പേരെന്താ? എക്സ്പ്ലിക്കേഷൻ ഓഫ് ദ ടെക്സ്റ്റ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ടെക്സ്റ്റ് അവിടെ പറയും. പർപ്പസസ് ഫോർ റീഡിങ് ആൻഡ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകൾ പഠിക്കുക. റീഡിങ് ഫിക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നോവല്. ലിറ്റററി എക്സ്പീരിയൻസിന്. ഇൻസ്ട്രക്ഷണൽ ടെക്സ്റ്റ് എന്തിനാ? ഗെറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ യൂണിറ്റ് 1 അപ്പോൾ നമ്മുടെ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സെക്കൻഡ് സെമ്മിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും എൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.